Hello everyone. Welcome to our channel Spicy and Pastry. ഇന്നത്തെ ഇത് റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് മിക്സറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവും. ലൈഫ് ലോങ്ങിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 years ഒക്കെ ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളുമാണ് ബേക്കിംഗ് കാര്യത്തിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ ഈ നോബ് സ്പീഡ് കൂട്ടാനുള്ള നോബാണ്. 8 സ്പീഡ് വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴൊക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബൗള്. അപ്പോൾ ഈ സ്വിച്ച് അമക്കുമ്പോഴാണ് മുകളിലത്തെ പോർഷൻ പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ബൗള് ഇങ്ങനെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ 3 ബ്ലേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ മിക്സിന് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് ചപ്പാത്തി ഡോ അല്ലെങ്കിൽ ബ്രെഡിനുള്ള ഡോ, പിസ്സ ഡോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്ന സ്ഥലം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ കട്ടുള്ള സ്ഥലത്തൊന്ന് അമക്കി കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഇരുന്നോളും. ഇനി ബൗളൊന്ന് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു തിരിച്ചാൽ ഫിക്സ് ആയിരുന്നോളും. നേരത്തെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ കാണിച്ച പോലെ തന്നെ അതൊന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലത്തെ പോർഷൻ താത്ത് കൊടുക്കണം. ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കാണിച്ചു തരാം. അപ്പോൾ 2 kg കേക്ക് വരെ നമുക്ക് ഇതിൽ ഒന്നിച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ മാനുവൽ എഫേർട്ടും കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈം സേവിങ്ങും ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ കണ്ട് നമ്മുടെ എഗ്ഗിൻ്റെ ബീറ്റ് ചെയ്തപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ കേക്കും അത്രയ്ക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും. ഞാൻ നെക്സ്റ്റ് ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം ഇത് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഓവർ മിക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലാം മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതിയാവും. പിന്നെ ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്യുന്നതും കാണിച്ചു തരാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സമയം കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടും ഇതിൽ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് മിക്സർ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.